ചേരുന്നത് വിദേശകാര്യ വിദഗ്ധൻ മോഹൻ വർഗീസ്. ഡോക്ടർ മോഹൻ വർഗീസ് കൂടി നമുക്കൊപ്പം ചേരുന്നു. ഡോക്ടർ മോഹൻ വർഗീസ്, തിരിച്ചടിക്കുമെന്ന് ഇന്ത്യ പറഞ്ഞിരിക്കുന്നു. ഇന്ത്യ അത് വിദേശ രാജ്യങ്ങളെ ധരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ ഇപ്പോഴും പുലർത്തുന്ന തെറ്റിദ്ധാരണ നിറഞ്ഞ ആ വാദങ്ങൾ കൊണ്ട് തന്നെയാണ്. പക്ഷേ അതിർത്തിയിൽ ആശങ്കാജനകമായ സാഹചര്യമാണ്. സിവിലിയൻ ഡെത്താണ് ഉണ്ടാകുന്നത്, ആക്രമണങ്ങളാണ് ഉണ്ടാകുന്നത്. ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് കടക്കാൻ വീണ്ടും നിർബന്ധിതമാക്കുകയാണോ പാകിസ്ഥാൻ ഇന്ത്യയെ? ഈ തരത്തിലുള്ള ഷെല്ലാക്രമണം ഈ മിനിറ്റിൽ പോലും പാകിസ്ഥാൻ നിർത്തിയതായിട്ടുള്ള സൂചനകളൊന്നും വരുന്നില്ല. ആദ്യ റൗണ്ട് തിരിച്ചടി കൊണ്ട് അവസാനിക്കാവുന്ന ഒരു വിഷയമേ ഉള്ളായിരുന്നു. ഒരൊറ്റ സൈനികൻ പോലും പാകിസ്ഥാന്റേത് മരിച്ചു വീണിട്ടില്ല എന്നോർക്കണം അപർണ. യഥാർത്ഥത്തിൽ 9 ഭീകര ക്യാമ്പുകളിൽ മാത്രമാണ് ആക്രമണം ചുരുക്കപ്പെട്ടത്. അങ്ങനെയെങ്കിൽ സൈന്യത്തോടുള്ള ആക്രമണമല്ല, ഒരു നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സിന് നേരെ നടന്ന ആക്രമണമാണ്. ഞങ്ങൾക്കതിൽ അഭിപ്രായമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഖം നഷ്ടപ്പെടാതെ നോക്കാവുന്ന ഘട്ടത്തിൽ നിന്നും പാകിസ്ഥാൻ അത് ഏറ്റെടുത്ത് ഇന്ത്യക്കെതിരെ തിരിയാനാണ് ഉദ്ദേശമെങ്കിൽ ഇപ്പോൾ തന്നെ അത് തിരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അതിർത്തിയിൽ കടന്നു വരുന്ന വലിയ തോതിലുള്ള ഷെല്ലാക്രമണം ഒരു സൂചനയാണെങ്കിൽ ഒരു ആക്റ്റീവ് യുദ്ധം പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നു എന്ന രീതിയിലുള്ള നീക്കങ്ങളാണ് കാണുന്നത്. അതുകൊണ്ട് ഇന്ത്യയിൽ നിന്നും ഒരു തിരിച്ചടി, മറ്റൊരു തിരിച്ചടിയുടെ ഇരന്നു വാങ്ങുന്ന രീതിയിൽ പാകിസ്ഥാൻ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ ഒരു കൺസീലിയേറ്ററി ടോണിൽ സംസാരിച്ചത് അദ്ദേഹത്തിന് സമ്മർദ്ദത്തെ തുടർന്ന് മാറ്റി പറയേണ്ടി വന്നു. അതുകൊണ്ട് ഖ്വാജ ആസിഫിന്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു നല്ല നീക്കമാണ്. കാരണം ഇന്ത്യ തിരിച്ചടി നിർത്തിയെങ്കിൽ ഞങ്ങൾക്ക് കൂടുതലൊന്നും ചെയ്യേണ്ടതില്ല, ഞങ്ങളും തിരിച്ചടിക്കില്ല എന്ന രീതിയിലുള്ള ഒരു സംസാരം, അത് ശുഭോദർക്കമായ ഒരു കാര്യമായിരുന്നു. പക്ഷെ അവിടുന്ന് വീണ്ടും പാകിസ്ഥാൻ പിന്നോട്ട് പോകുന്നതും അദ്ദേഹം തന്നെ കുറച്ചുകൂടി കർശനമായ നിലപാട്, തിരിച്ചടിക്കുക തന്നെ വേണം, വീണ്ടും തിരിച്ചടി പ്രതീക്ഷിക്കാം, ഒരു യുദ്ധ ആസന്നമായിരിക്കുന്നു എന്ന രീതിയിലുള്ള സംസാരം ഉണ്ടായി. പാകിസ്ഥാൻ പ്രധാനമന്ത്രി സുരക്ഷാ ക്യാബിനറ്റ് യോഗത്തിന് ശേഷം ഇറങ്ങി വന്ന് പറഞ്ഞതും യഥാർത്ഥത്തിൽ ഒരു യുദ്ധ കാഹളം തന്നെയാണ് മുഴക്കുന്നത്. അപ്പൊ എങ്ങനെ നോക്കിയാലും ഒരു യുദ്ധം ആവശ്യമാണ്. സൈന്യം രാഷ്ട്രീയ നേതൃത്വത്തെ കൊണ്ട് ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് ഒരു നയപരമായ തീരുമാനമെടുപ്പിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ പാകിസ്ഥാന്റെ ജനറൽ, നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചതാണ്, പാകിസ്ഥാന്റെ ജനറൽ അസീം മുനീർ, അദ്ദേഹത്തിന് പാകിസ്ഥാന്റെ രാഷ്ട്രീയ ഭാഗതയെ നിർണ്ണയിക്കാനുള്ള ആഗ്രഹമുണ്ട്. അത് സാധിക്കണമെങ്കിൽ പൂർണ്ണ സ്കെയിലിലുള്ള യുദ്ധമുണ്ടാകണം. ഇപ്പൊ ഇതുവരെ നടന്നിട്ടുള്ള ആക്രമണങ്ങൾ വെച്ച് നോക്കിയാൽ ഇപ്പോഴും അതിനെ യുദ്ധമെന്ന് വിളിക്കാനാവില്ല. അതിർത്തി കടന്നു ചെന്ന വ്യോമാക്രമണം എന്ന രീതിയിൽ, മിസൈൽ ആക്രമണം എന്ന രീതിയിൽ തീവ്രവാദ ക്യാമ്പുകളെ ആക്രമിച്ചു. അതിന് യുദ്ധമെന്ന് പറയാനാവില്ല. പക്ഷെ പൂർണ്ണതോതിലുള്ള യുദ്ധം ആഗ്രഹിക്കുന്ന ചിലരെങ്കിലും പാകിസ്ഥാൻ സൈന്യത്തിലുണ്ട്. ഉന്നത നേതൃത്വം, പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതൃത്വം സൈന്യത്തിന്റെ ഇംഗിതത്തിന് വഴങ്ങുന്ന ഒരു മ്ലേച്ഛമായ കാഴ്ച കാണുന്നു. യഥാർത്ഥത്തിൽ ജനമാശങ്കയിലാണ്. പാകിസ്ഥാനിലെ ജനം ഉൾപ്പെടെ വലിയ ആശങ്കയിലാണ്. അത് മാത്രമല്ല, ഇന്ത്യയുടെ അതിർത്തി ഗ്രാമങ്ങളിലെ ജനം, പാക് അധിനിവേശ കാശ്മീരിനോട് ചേർന്നുള്ള ഇന്ത്യൻ കാശ്മീരിന്റെ ഭാഗത്ത് വലിയ തോതിലാണ് ആക്രമണം. ഏതാണ്ട് 15-ലധികം ജീവൻ പൊലിഞ്ഞു എന്ന് പറയുമ്പോൾ കൂടുതൽ കാഷ്വാലിറ്റീസ് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഈ രണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് തമ്മിലുള്ള കൂട്ടുമുട്ടലാണ് അപർണ ഇവിടെ കാണുന്നത്. ഒന്ന്, ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള മെഷേർഡ്, കാൽക്കുലേറ്റഡ് ആൻഡ് മോറലിസ്റ്റിക് കൈൻഡ് ഓഫ് എ സ്ട്രൈക്ക്. അവിടെ തീർച്ചയായും കൊളാറ്ററൽ ഡാമേജ് ഒഴിവാക്കിക്കൊണ്ട് എല്ലാ ശ്രദ്ധയും എടുത്തുകൊണ്ടാണ് കൃത്യമായ ആസൂത്രണത്തോടുകൂടി ഇന്ത്യ ആക്രമിച്ചു. പക്ഷെ പാകിസ്ഥാൻ അറ്റ് റാൻഡം ഷെല്ലാക്രമണം നടത്തുകയാണ്. വഴിയിലുള്ള എല്ലാവരെയും തന്നെ, അല്ലെങ്കിൽ അതിർത്തി ഗ്രാമങ്ങളിലുള്ള എല്ലാവരെയും തന്നെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിൽ ഈ ഹ്യൂമൻ കാഷ്വാലിറ്റി, സോഫ്റ്റ് ടാർഗറ്റിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ തോതിലുള്ള കാഷ്വാലിറ്റി ഉണ്ടാക്കുന്നത് വഴി ഇന്ത്യയിൽ അങ്കലാപ്പ് സൃഷ്ടിക്കുക എന്ന ഒരു ക്രമമാണ് പാകിസ്ഥാൻ പിന്തുടരുന്നത്. അതുകൊണ്ട് ഈ രണ്ട് വ്യത്യസ്തമായ സംവിധാനങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ കൂടിയാണ് ഇവിടെ നടക്കുന്നത്. അപർണ, ഡോക്ടർ മോഹൻ വർഗീസ്, അപ്പോഴും ഈ പറഞ്ഞ പോലെ ഏത് തരത്തിലാണ് പാകിസ്ഥാൻ ആക്രമണങ്ങൾ തുടരുക എന്നുള്ളത്, അത് പൂർണ്ണമായിട്ടും നീതീകരിക്കാനാവാത്ത തരത്തിലുള്ള ക്രൂരത, ഈ സാധാരണക്കാർക്ക് നേരെ, സിവിലിയൻ നേരെയുള്ള ആക്രമണം, ജമ്മു കാശ്മീരിലെ അതിർത്തിയിൽ നിന്ന് ജനങ്ങളോട് മാറ്റിപ്പാർപ്പിക്കാനുള്ള നിർദ്ദേശമൊക്കെ വന്നിരിക്കുകയാണ്. അത്തരത്തിൽ ഉള്ള ആക്രമണ പരമ്പരകൾ കൊടുത്തുകൊണ്ട് ഇന്ത്യയെ ഒരു പാഠം പഠിപ്പിക്കുക, അങ്ങനെ ഒരു യുദ്ധമുറ കൂടി പാകിസ്ഥാനിന്റെ മനസ്സിലുണ്ടാവുകയില്ലേ? നമ്മൾ ഈ കനത്ത ജാഗ്രതയിലൊക്കെ നിൽക്കുമ്പോഴും ഈ ഒരു കാര്യം കൂടി ഓർത്ത് കരുതേണ്ടതല്ലേ? പ്രത്യേകിച്ച് അത്തരത്തിലുള്ള മുന്നറിയിപ്പുകളൊക്കെ ഭീകര സംഘടനാ നേതാക്കന്മാരുടെ ഭാഗത്ത് വന്ന സ്ഥിതിക്ക് ഇന്ത്യയെ പാഠം പഠിപ്പിക്കുക എന്നതൊക്കെ ഒരു വ്യാമോഹം മാത്രമാണ്. നമ്മൾ ഇംഗ്ലീഷിൽ പറയും പെയിൻ ഇൻ ദ നെക്ക്. ആ രീതിയിലുള്ള ഒരു കിരികിരിപ്പുണ്ടാകും എന്നതിൽ കവിഞ്ഞ് ഇന്ത്യയെ പാഠം പഠിപ്പിക്കാനൊന്നും പാകിസ്ഥാൻ വളർന്നിട്ടില്ല. യഥാർത്ഥത്തിൽ പാകിസ്ഥാന്റെ നിലനിൽപ്പ് തന്നെ ഒരു വലിയ യുദ്ധത്തിലേക്ക് പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ ഇന്ത്യയുടെ നിലനിൽപ്പ് അപ്പോഴും വലിയ വിഷയമല്ല.
പാകിസ്ഥാന്റെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാകുന്ന രീതിയിലേക്ക് യുദ്ധം വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കാതെ, അത് മാത്രമല്ല പാകിസ്ഥാന്റെ സൈന്യത്തിന് ഒരു യുദ്ധ സമാനമായ സാഹചര്യത്തിൽ തഴച്ചു വളരാനാവും എന്ന് കരുതുന്നു. അതൊക്കെ മുൻകാലങ്ങളിലെ കാര്യമാണ്. ഇന്ത്യയുടെ നയം മാറിക്കഴിഞ്ഞു, ഇന്ത്യയുടെ പോളിസി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് ഈ പഴയ ഇന്ത്യ അല്ല പുതിയ ഇന്ത്യ എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇപ്പോൾ ഈ ഘട്ടത്തിൽ യുദ്ധം അവസാനിപ്പിച്ച് അല്ലെങ്കിൽ ആക്രമണങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് അങ്ങോട്ട് പഠിച്ചു ഇങ്ങോട്ട് പഠിച്ചു തീർന്നു എന്ന രീതിയിൽ തീർത്തു കഴിഞ്ഞ് മുഖം രക്ഷിച്ച് പാകിസ്ഥാന് പിൻവാങ്ങാവുന്ന ഒരു കാര്യമാണ്. അന്താരാഷ്ട്ര സമൂഹത്തിലും ഇനി ഒരു അംഗത്തിനുള്ള ബാല്യം പാകിസ്ഥാന് നിലനിർത്താനാവും. പക്ഷേ ഇതങ്ങനെയല്ല. രണ്ടാമത്തെ ഓപ്പറേഷൻ സിന്ദൂർ അല്ലെങ്കിൽ 2.0 സിന്ദൂർ ഓപ്പറേഷൻ 2.0 എന്ന രീതിയിൽ രണ്ടാമതൊരു ആക്രമണം നടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കൃത്യമായ സൈനിക ടാർഗറ്റിലേക്കായിരിക്കും പോകുന്നത്. ഇന്ത്യ മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഭീകരരെ മാത്രമല്ല ഭീകരർക്ക് പിന്നിൽ പ്രവർത്തിച്ച ശക്തികളെയും അവരുടെ മടയിൽ ചെന്ന് കൈകാര്യം ചെയ്യുമെന്ന് പറയുന്നതിന്റെ അർത്ഥം അത് സൈന്യത്തെ കുറിച്ചാണ്. ഭീകരർ തന്നെയാണ്, അവർ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആണ്, അവർക്ക് മുഖമില്ല. പക്ഷെ സൈന്യത്തിന് അങ്ങനല്ല, വ്യക്തമായ റാങ്കുകളുണ്ട്, ഓഫീസേഴ്സ് ഉണ്ട്, തസ്തികകളുണ്ട്, ഹൈറാർക്കി ഉണ്ട്. അതുകൊണ്ട് സൈന്യത്തിന് നേരെ, സൈന്യത്തിന്റെ വലിയ കേന്ദ്രങ്ങൾക്ക് നേരെ, ഉന്നത സൈനിക ഉദ്യോഗസ്ഥന്മാരുടെ ഭവനങ്ങൾക്ക് നേരെയൊക്കെ ആക്രമണം ഉണ്ടാകുന്ന ഒരു ഘട്ടം വന്നാൽ ഇപ്പോഴത്തെ കളി മാറും. അപ്പൊ സൈന്യത്തിന് വേദനിക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് ഇത് പോയി കഴിഞ്ഞാൽ മാത്രമേ ഒരു എൻറ്റയർ പാരഡൈം ഷിഫ്റ്റ് ഉണ്ടാകൂ. ഈ യുദ്ധത്തിന്റെ എനിക്ക് തോന്നുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, യുദ്ധത്തിന്റെ പ്രധാന ഉദ്ദേശമെന്ന് പറയുന്നത് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഏറ്റുമുട്ടലുകളും യുദ്ധങ്ങളും തീവ്രവാദ ആക്രമണങ്ങളും പരമാവധി നള്ളിഫൈ ചെയ്യുന്ന മാതൃകാപരമായ ആക്രമണം. അതുകൊണ്ടാണ് ഭീകര ക്യാമ്പുകളെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു സൂചനയായി കണ്ടുകൊണ്ട് പാകിസ്ഥാൻ സൈന്യം ഭീകരരുമായുള്ള ബന്ധങ്ങൾ ഡിസ്എൻഗേജ് ചെയ്യുക, ഇതാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. ആ രീതിയിലേക്ക് പാകിസ്ഥാൻ സൈന്യത്തിന്റെ കളക്റ്റീവ് മൈൻഡ് സെറ്റ് മാറുക, പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ മൈൻഡ് സെറ്റ് മാറുക. ആ ഒരു പാരഡൈം ഷിഫ്റ്റ് ഉണ്ടായെങ്കിൽ മാത്രമേ ഇന്ത്യ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കൂ. അങ്ങനെയല്ല, കൂടുതൽ പാകിസ്ഥാനെ റാഡിക്കലൈസ് ചെയ്യാനായി സൈന്യം മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായും ആത്യന്തികമായ നഷ്ടം സൈന്യത്തിനായിരിക്കും. രണ്ടാമത്തെയോ മൂന്നാമത്തെയോ വെറീവ് എന്ന രീതിയിൽ ഓപ്പറേഷൻ സിന്ദൂർ മുന്നോട്ട് പോവുകയാണെങ്കിൽ പൂർണ്ണ യുദ്ധത്തിലേക്ക് പ്രധാനപ്പെട്ട നഷ്ടം പാകിസ്ഥാൻ സൈന്യത്തിന് തന്നെയായിരിക്കും. അതുകൊണ്ട് യാതൊരു ദാക്ഷിണ്യവുമില്ലാത്ത രീതിയിൽ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളെയും സൈനിക മേധാവികളെയും ഉൾപ്പെടെ വകവരുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല. അതുകൊണ്ട് സംയമനം പാലിക്കേണ്ട, പൊതുവെ എന്ത് പ്രസ്താവന നടത്തിയാലും ഡി എസ്കലേഷൻ എന്നത് പാകിസ്ഥാൻ സൈന്യത്തിന്റെ കൂടി ആവശ്യമായി വന്നിരിക്കുകയാണ്. അതിനുള്ള സുബോധവും വിവേകവും ഇപ്പോഴത്തെ പ്രശ്നം. ഡോക്ടർ മോഹൻ വർഗീസ്, ഇതിൽ ഇനി അന്താരാഷ്ട്ര സമൂഹം പലതരത്തിലുള്ള മറുപടികളും പ്രതികരണങ്ങളും ഒക്കെ രാവിലെ തൊട്ടുള്ള മണിക്കൂറുകൾ തൊട്ടേ വരുന്നു. അമേരിക്കയുടെ സമ്മിശ്രമായിട്ടുള്ള പ്രതികരണം, UAE ഇടപെട്ടിരിക്കുന്നത്, ചൈന വൈകുന്നേരത്തോടുകൂടി ചൈനയിലുണ്ട് പിന്തുണ നൽകിക്കൊണ്ടുള്ള പാകിസ്ഥാന് പിന്തുണ നൽകിക്കൊണ്ടുള്ള തുർക്കിയുടെ പ്രതികരണം. അങ്ങനെ പലതരത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ വിവിധ പ്രതികരണങ്ങൾ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്ന രീതിയിലല്ല ഇന്ത്യ സ്വയം പര്യാപ്തമായി കാര്യങ്ങൾ നടപ്പാക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഒരു സംയുക്തമായിട്ട് ലോകരാഷ്ട്രങ്ങൾക്കിടയിലുള്ള പ്രതികരണത്തെ വിലയിരുത്തുക? ഇന്ത്യയുടെ നയമെന്ന് പറയുന്നത് സ്ട്രാറ്റജിക് ഓട്ടോണമി എന്നതാണ്. എന്ത് അന്താരാഷ്ട്ര വിഷയത്തിൽ ഇന്ത്യ ഇടപെടുമ്പോഴും ഒരു കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ പരമാധികാരവും അഖണ്ഡതയും നിർണയവും ഉറപ്പുവരുത്തിക്കൊണ്ട്, എന്നാൽ ലോക സമൂഹത്തിന് പറയാനുള്ളത് കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നതാണ് സ്ട്രാറ്റജിക് ഓട്ടോണമി, തന്ത്രപ്രധാനമായ പരമാധികാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് മറ്റ് രാജ്യങ്ങൾക്ക് അഭിപ്രായ പ്രകടനങ്ങൾ നടത്താം, ഉപദേശങ്ങൾ നൽകാം, ഒരു കുഴപ്പവുമില്ല. പക്ഷേ ഇന്ത്യ എന്താണ് ചെയ്യേണ്ടത് എന്നത് വ്യക്തമായി ഇന്ത്യക്കറിയാം. പക്ഷേ ഒരു നയതന്ത്ര നീക്കം എന്ന നിലയിൽ ഇന്ത്യക്കെതിരായി പരമാവധി രാജ്യങ്ങൾ അണിനിരക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കാരണം രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഘട്ടം എസ്കലേഷനിലേക്കോ പൂർണ്ണ യുദ്ധത്തിലേക്കോ നീങ്ങിയാൽ വിഷയം അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിലെത്തും. ഐക്യരാഷ്ട്രസംഘടനയുടെ സെക്യൂരിറ്റി കൗൺസിൽ ഒരിക്കൽ കൂടി എത്തും ഔപചാരികമായി. കഴിഞ്ഞ ദിവസം അനൗപചാരികമായി എത്തിയപ്പോൾ പൂർണ്ണ പിന്തുണ ഇന്ത്യക്കായിരുന്നു, അല്ലെങ്കിൽ പാകിസ്ഥാൻ ഉദ്ദേശിച്ചതുപോലെയല്ല, മറിച്ച് ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ ഇന്ത്യ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ പരിഹരിക്കട്ടെ എന്നാണ് ആ പ്രധാനപ്പെട്ട 15 അംഗ സെക്യൂരിറ്റി കൗൺസിലെ ഭൂരിപക്ഷം അംഗരാജ്യങ്ങളും നിലപാടെടുത്തത്. അത് പാകിസ്ഥാന് ഗുണകരമായിരുന്നില്ല. പക്ഷെ വലിയ തോതിലുള്ള ഇന്ത്യയുടെ ആക്രമണം സംഭവിച്ചു കഴിയുമ്പോൾ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് പാകിസ്ഥാനിൽ ഉണ്ടാകും. ഇസ്രായേൽ ഗാസയിൽ ആക്രമണം നടത്തിയപ്പോൾ ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ ലഭിച്ച പിന്തുണ പിന്നീട് അന്താരാഷ്ട്ര സമൂഹത്തിന്റേത് ഗാസയ്ക്ക് ലഭിച്ചതുപോലെ വലിയ രീതിയിലുള്ള ഒരു ഷിഫ്റ്റ് ഉണ്ടാകുമെന്ന് പാകിസ്ഥാൻ മോഹിക്കുന്നു. അതുകൊണ്ടാണ് എസ്കലേഷന്
വേണ്ടി വലിയ തോതിൽ പാകിസ്ഥാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് വെർട്ടിക്കൽ പ്രോളിഫറേഷൻ, അതായത് രണ്ട് ഭാഗത്തും പാകിസ്ഥാനും ഇന്ത്യയിലും വെർട്ടിക്കലായി ആയുധങ്ങളുടെ കൂമ്പാരം ഉണ്ടാകുന്നു, എസ്കലേഷൻ ഉണ്ടാകുന്നു, വക്വാവിളികൾ ഉണ്ടാകുന്നു. ഇതെല്ലാം വെർട്ടിക്കൽ പ്രോളിഫറേഷൻ ആണ്. അത് സാരമില്ല, അത് രണ്ട് രാജ്യങ്ങൾ മാത്രമാണ്, സബ് കോണ്ടിനെന്റൽ ഇന്ത്യ മാത്രമാണ്. പക്ഷേ മറുവശത്ത് ഹൊറിസോണ്ടൽ പ്രോളിഫറേഷൻ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ എസ്കലേഷൻ, കൂടുതൽ രാജ്യങ്ങൾ അപർണ സൂചിപ്പിച്ചതുപോലെ ചൈന പാകിസ്ഥാൻ അനുകൂലമായിട്ട് രംഗത്ത് വരുന്നു, തുർക്കി പാകിസ്ഥാൻ അനുകൂലമായി വരുന്നു, അസർബൈജാൻ എന്ന രാജ്യം പാകിസ്ഥാന് പിന്തുണയുമായി എത്തുന്നു. അങ്ങനെ സംഭവിച്ചാൽ ഇസ്ലാമിക ലോകത്തെ ഒരു പോളറൈസേഷൻ ഉണ്ടാവുകയും പാകിസ്ഥാൻ അനുകൂലമായി കാര്യങ്ങൾ വരികയും ചെയ്യുന്നു എന്ന പകൽക്കിനാവ് കണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. അങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് കരുതാനാവില്ല. ചൈന പോലും വളരെ മെഷേർഡ് റെസ്പോൺസ് ആണ് ഇക്കാര്യത്തിൽ കൊണ്ടുവന്നത്, ഇക്കാര്യത്തിൽ പ്രകടിപ്പിച്ചത് എന്ന് നമുക്ക് കാണാം. തുർക്കി വളരെ കിടക്കുന്ന രാജ്യമാണ്. തുർക്കിക്ക് നേരിട്ട് കാര്യത്തിലോ ഇന്ത്യയുടെ കാര്യത്തിലോ ഇടപെടുന്നതിന് വളരെ വലിയ പരിമിതിയുണ്ട്. അതുപോലെ അസർബൈജാൻ എന്നത് ഈ ഒരു തരുണത്തിൽ അസർബൈജാന്റെ പിന്തുണയൊക്കെ പാകിസ്ഥാൻ എത്രത്തോളം പ്രയോജനപ്പെടും സൈനികമായി, ഇതെല്ലാം ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. പ്രമുഖ രാജ്യങ്ങൾ അമേരിക്കയും റഷ്യയും ഉൾപ്പെടെയുള്ള പ്രമുഖ ലോകരാജ്യങ്ങൾ ഡീ എസ്കലേഷന് വേണ്ടി രണ്ട് രാജ്യങ്ങളെ നിർബന്ധിക്കുകയാണ്. പാകിസ്ഥാനെ പൂർണ്ണമായും കുറ്റപ്പെടുത്തുന്ന നിലപാടല്ലെങ്കിൽ പോലും ഇന്ത്യയെയും ഈ പ്രത്യാക്രമണത്തിന് ഈ രാജ്യങ്ങൾ ഒന്നും തന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഇന്ത്യക്ക് തിരിച്ചടിക്കാൻ, സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ, സ്വന്തം ഏരിയയിൽ അഗ്രഷൻ നടത്തുന്ന രാജ്യത്തിനെതിരെ പ്രതികരിക്കാൻ അവകാശമുണ്ട്. നമ്മൾ ഇന്ത്യ ഉറിയിലാണെങ്കിലും പുൽവാമയിലാണെങ്കിലും പഹൽഗാമിലൊക്കെ ഒരേ സ്ട്രാറ്റജി തന്നെയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അവധാനതയോടെ കാത്തിരിക്കുക, തെളിവുകൾ കൃത്യമായി കിട്ടുക, സാധാരണക്കാർക്ക് നാശമുണ്ടാക്കാത്ത രീതിയിൽ ഭീകരരുടെ കേന്ദ്രങ്ങൾ ആക്രമിക്കുക. അങ്ങനെ ഒരു സന്ദേശം, തീവ്രവാദത്തിനെതിരായിട്ടുള്ള സന്ദേശമാണ് ഇന്ത്യ ഈ ആക്രമണത്തിലൂടെ നൽകുന്നതെന്ന് കഴിഞ്ഞ തവണയുള്ള സംഭവങ്ങളെ പോലെ തന്നെ അങ്ങനെ ഒരു സന്ദേശം ഇന്ത്യ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടുകൂടിയാണോ മറ്റു രാജ്യങ്ങൾ താങ്കൾ പറഞ്ഞതുപോലെ ആ ഒരു നിലപാടിലേക്ക് കൂടി എത്തിയിരിക്കുന്നത്? തീർച്ചയായും ഇന്ത്യയുടെ ദൃഢനിശ്ചയം വർദ്ധിക്കുകയാണ്. ഈ 2016 ഉറി ആക്രമണത്തിന് ശേഷമുള്ള തിരിച്ചടി, അതാണല്ലോ അതിർത്തി കടന്നുള്ള കമാൻഡോ ഓപ്പറേഷനിലൂടെ നൽകിയ ആദ്യത്തെ പ്രധാന തിരിച്ചടി. ഏതാനും പതിറ്റാണ്ടുകളുടെ മുൻകാലങ്ങളിലൊന്നും തന്നെ അങ്ങനെ ഒരു സംഭവമില്ല. യുദ്ധസമയത്തല്ലാതെ സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്തിയ ഒരു പാരമ്പര്യമില്ല. ഇപ്പൊ 2016 ഉറിക്കെതിരെയുള്ള ആക്രമണം, അതിനുശേഷം 2019 ഭീകരാക്രമണത്തിന് ശേഷം പുൽവാമ ആക്രമണത്തിന് ശേഷം നടന്ന ബാലാക്കോട്ട് നടത്തിയ വ്യോമ ആക്രമണം. അതുകൊണ്ട് പാകിസ്ഥാന്റെ എയർ സ്പേസ് ഭേദിച്ചുകൊണ്ട് കൃത്യമായ ഒരിടം, ബാലാക്കോട്ട് എന്ന കൃത്യമായ മുഹമ്മദിന്റെ താവളങ്ങൾ ആക്രമിച്ചു. പക്ഷേ അതിൽ നിന്നും ലേശം വ്യത്യസ്തമായ രീതിയിലാണ് ഇപ്രാവശ്യം ആക്രമണങ്ങൾ. വ്യത്യസ്തത എന്ന് പറയുന്നത് 1 അതിന്റെ കണ്ടന്റ് ആണ്, 2 അതിന്റെ ടോണും ടെനറുമാണ്, 3 അതിന്റെ വിഡ്ത്ത് ആണ്. ഈ 3 കാര്യത്തിലും കുറച്ചുകൂടി ഹയർ സ്കെയിലിലാണ് ഇപ്രാവശ്യത്തെ ആക്രമണം ഉണ്ടായത്. കൃത്യമായി പറഞ്ഞാൽ സർജിക്കൽ സ്ട്രൈക്ക് എന്നല്ല പറയുക, ഒരു കോംപ്രഹെൻസീവ് ഓൾ ഔട്ട് പാക്കേജ് അഗൈൻസ്റ്റ് ആഗോള ഭീകരതയ്ക്കെതിരെ, പാകിസ്ഥാനിൽ നിന്ന് കടന്നു വരുന്ന ഭീകര നെറ്റ്വർക്കുകൾക്കെതിരെ മൊത്തത്തിൽ ഹർക്കത്തുൽ മുജാഹിദീനും ഹിസ്ബുൾ മുജാഹിദീനും ജയ്ഷ് ഇ മുഹമ്മദും ലഷ്കർ ഇ തൊയ്ബയും എല്ലാം തന്നെ ഉൾപ്പെടുന്ന ടെറർ നെറ്റ്വർക്കിനെ വിവേചിച്ച് കാണാതെ എല്ലാ ടെറർ നെറ്റ്വർക്കിന്റെയും ഹെഡ്ക്വാർട്ടേഴ്സ്, അതുപോലെ പ്രധാന താവളങ്ങൾ, കേന്ദ്രങ്ങൾ ആക്രമിക്കുന്ന ഒരു എക്രോസ് ദ ഫ്രോണ്ടൽ ഒരു ആക്രമണമാണ്. അത് മാത്രമല്ല, മുൻകാലങ്ങളിലെ ആക്രമണം സർജിക്കൽ സ്ട്രൈക്ക് ഉൾപ്പെടെ കാശ്മീരിൽ മാത്രമായിരുന്നു, അല്ലെങ്കിൽ പാക് അധിനിവേശ കാശ്മീരിൽ മാത്രമായി ഒതുങ്ങി നിന്നു. എന്നാൽ ഇപ്രാവശ്യം പാകിസ്ഥാന്റെ പഞ്ചാബിലെ 4 കേന്ദ്രങ്ങൾ ആക്രമണ വിധേയമായി. അതിൽ തന്നെ ഒരു കേന്ദ്രം 100 കിലോമീറ്റർ ഇന്ത്യൻ അതിർത്തിയിൽ നിന്നും പഞ്ചാബ് അതിർത്തിയിൽ നിന്നും 100 കിലോമീറ്ററോളം ഉള്ളിൽ കിടക്കുന്ന പ്രദേശമാണ്. അപ്പം ആ ഒരു രീതിയിൽ ഭഗവത്പൂർ ആ ഒരു രീതിയിലുള്ള ആക്രമണം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യ അതിന്റെ വിട്ട് മാറ്റിയിരിക്കുന്നു. പാകിസ്ഥാന്റെ ഏത് മൂലയിൽ തീവ്രവാദ ആക്രമണ ക്യാമ്പ് ഉണ്ടെങ്കിലും അത് പെർസ്യൂ ചെയ്ത് ഐഡന്റിഫൈ ചെയ്ത് അത് ആക്രമിച്ചിരിക്കും എന്ന ഒരു നയം മാറ്റമാണ്. മുൻപ് ഉണ്ടായിരുന്ന ആക്രമണങ്ങളെല്ലാം തന്നെ ലോക്കലൈസ്ഡ് ആയിരുന്നു. ഇത് പാകിസ്ഥാന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന 9 വ്യത്യസ്തമായ ഇടങ്ങളിൽ കാശ്മീരിലും പഞ്ചാബിലുമായി നടന്ന ആക്രമണങ്ങളുടെ തോത് വെച്ച് നോക്കുമ്പോൾ ഭാവിയിൽ നടക്കാൻ പോകുന്നത് കുറച്ചുകൂടി വിസ്തൃതമായ ഒരു ആക്രമണ പദ്ധതിയായിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ജാഗ്രതാപൂർവമായി ഇരിക്കേണ്ട ആവശ്യകത വരുന്നു. ഇന്ത്യയുടെ നയം കുറച്ചുകൂടി വ്യക്തമാക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. റൈറ്റ്, വളരെ നന്ദി. ഡോക്ടർ മോഹൻ വർഗീസ് കൂടിയാണ് വിശകലനങ്ങൾ നടത്തിയത്.